ഇക്കയിലെ നോമ്പിന് വന്ന സമയത്ത് ഇവിടെ ഹലോ ഗൈസ്, അപ്പം ഉണ്ടല്ല ഇന്ന് നമ്മൾ പുറത്തേക്ക് വെക്കാൻ. അപ്പോൾ ഏതായാലും വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു കുഞ്ഞി ലോങ് വീഡിയോ ഇട്ടേക്കാം. ഞാനാണെങ്കിൽ ഇന്ന് ഈ ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. ബാഗ് വാങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ പൂക്കാൻ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ അത് എപ്പെങ്കിലും പുറത്തെടുക്കണ്ടേ. ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടാ. മോളൊരു ഡ്രസ്സും അതേപോലെ ഒരു പാമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. പാമ്പേഴ്സ് എന്തിനാ വെച്ചാൽ അത്യാവശ്യത്തിന് എവിടെയും മൂത്രയിക്കാൻ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ വണ്ടി കയറിയ സമയത്ത് പരിപ്പോടെ വാങ്ങിയിട്ടുണ്ടായിരുന്നെ. അത് ടേസ്റ്റ് ചെയ്ത് നോക്കലാന്ന് ഇപ്പോട്ടാ. പിന്നെ എനിക്ക് പേഴ്സണലി സ്കാർഫൊന്നും അങ്ങനെ നല്ല വൃത്തിക്കൊന്നും കുത്താൻ അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വായും തുറക്കാൻ കഴിയുന്നുണ്ടായില്ല. അപ്പോൾ പരിപ്പുവട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ. എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഈ പരിപ്പടി ഉള്ളിയോടൊക്കെ. പിന്നെ ഈ ഒരു ബ്രെഡ് മുക്കിപ്പൊരിച്ച ടേസ്റ്റ് ഉണ്ടായിരുന്നെ. ഇത് ഈ പയമ്പൊരിന്റെ ബാക്കി വന്ന ഡോല മറ്റേ ഇവർ മുക്കിപ്പൊരിച്ചാന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായത് കണ്ണൂർ സ്റ്റുഡിയോയിലേക്കാണ്. എന്തിനാ വെച്ചാൽ ഉപ്പാക്കാടുന്ന് എന്തോ എടുക്കാനുണ്ടായിരുന്നെ. അപ്പം അതിനും വേണ്ടിയിട്ടേനു കേട്ടോ പോയിട്ടുണ്ടായത്. അപ്പം എന്താ പറയുക, മെൻസ് വെയറിലൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം പോയ പോലെ ഉണ്ടായിട്ടില്ല കേട്ടോ. ആദ്യമൊക്കെ പോയ സമയത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ അത്യാവശ്യം ടീഷർട്ടൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായതായിരുന്നേ. ഇപ്പം അതൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ അവിടുന്ന് ടോപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പം ആടെയൊന്നും കാണുന്നുണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്കും അതേപോലെ പെർഫ്യൂം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെരുപ്പും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വാങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. അല്ല ഇങ്ങനെ ഒന്ന് കണ്ടു ബൈ നമുക്ക് സാധനം വാങ്ങാനല്ലല്ലോ നമ്മൾ പോയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായത് ചാല ബീച്ചിലേക്കാണ്. ആദ്യം പയ്യാമ്പലം പോവാന്നാണ് വിചാരിച്ചത്. പിന്നെ ഇപ്പൊക്ക് വേറെ എവിടെയോ പോകാനുണ്ട് എന്ന് പറഞ്ഞു നമുക്ക് തളിപ്പറമ്പ് വഴി വരാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക ചാല ബീച്ചിലേക്കാനും പോയിട്ടുണ്ടായത്. അങ്ങനെ പിള്ളേരൊക്കെ കുറേ നേരം കളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒന്നും വിടലില്ലേ. ഇന്ന് ഏതായാലും എല്ലാത്തിനും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഒരു പൊരിക്കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ കോളിഫ്ലവറും അതേപോലെ 2 ബജിയും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ ഒരു കടയിൽ നിന്നാണേ. സാധനമൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ തണുത്ത വെള്ളമൊക്കെ വാങ്ങി പിള്ളേരെ 2 മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി കാലൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കുറേ സമയം പാർക്ക് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു 6:30 ആയ സമയത്തേനും അവിടെ ഇറങ്ങിയിട്ടുണ്ടായത്. വരുന്ന വേക്ക് ഒരു ലൈം സോഡ കുടിച്ച് പിന്നെ ഒരു കൽമാസം കഴിച്ച്. അപ്പം ഇത്രയുള്ളൂ എന്നാ. പിന്നെ അടുത്ത